ഹാസിന് പണിയായി. ഈടാ 150 രൂപ 150 രൂപ. നമ്മളിത് ആ മേളിൽ കൂടെ നമ്മൾ ഇറങ്ങി വന്നത്. ദേ കാണുന്നത് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇവിടെയാണ് ശവങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന സ്ഥലം. നമ്മളപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇവിടെയാണ് നമ്മളുമായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളും വരുന്നത്. ഇവിടെ നേരെ നമ്മൾ മേളിലാണ് ആ ടെമ്പിൾ ഉള്ളത്. അങ്ങോട്ടേക്ക് പോകാം. അതെല്ലാം അവിടെ ഉണ്ട്. അങ്ങോട്ട് വരാം. നമ്മളവിടുന്ന് നേരെ സ്റ്റെപ്പ് കയറി മേലോട്ട് കയറി ഇവിടെ നമ്മളകത്തോട്ട് പോവാം. വാങ്ങിക്കാം. വാങ്ങിച്ചു. നമ്മൾ അവിടുന്ന് 2 തട്ടായിട്ട് സ്റ്റെപ്പ് കയറി കേട്ടോ. ആ താഴ്ന്ന ഗംഗാ ചേർന്നത് ഗംഗാ റിവറിൻ്റെ അവിടുന്ന് നേരെ സ്റ്റെപ്പ് കയറി വന്ന് വീണ്ടും സ്റ്റെപ്പ് കയറി വരും. എന്താ അവിടെ ബാപ്പയും കൂട്ടി ഇരിപ്പണമെന്ന് പറഞ്ഞു. നേരെ ആ സ്ഥലം കിടപ്പുണ്ട്. നേരെ അങ്ങോട്ട് പോവാം. ശങ്കരാചാര്യ ചൗക്ക് ഇതേ കിടക്കുന്നു. നമ്മുടെ നെഹാസും നമ്മുടെ അജ്മൽ റിയാസ. കൂട്ടോ എവിടെ
വാവാനെന്തേ അവരങ്ങോട്ട് പോയി. നമ്മളവിടെ നേരെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു നേപ്പാളി ടെമ്പിളുണ്ട്. താഴെ കാണാണ്ടോ. നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആ ടെമ്പിൾ. അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൻ എൻട്രി ഇത് വഴിയാണ്. സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ആ ഗംഗാ നദിയുടെ തീരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഒറ്റ വ്യൂയിലോട്ട് കാണാൻ പറ്റും. ആ ബോട്ടിങ്ങിൽ പോകുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ മെയിൻ ടെമ്പിളിലോട്ട് കയറുന്ന വഴിയിൽ അത് ഗെറ്റിംഗ് എൻട്രി 20 rupees കാണിക്കുന്നു. ഇതാണ് അമ്പലം. അപ്പോൾ ഇവിടുന്ന് എൻട്രി ടിക്കറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ എൻട്രി ടിക്കറ്റിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമ്മൾ നേരെ അകത്ത് കയറി ടെമ്പിൾ ഇതുണ്ടോ. അത് ആ ടെമ്പിളിൻ്റെ സൈഡ് വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ താഴത്തെ വ്യൂ കാണാൻ പറ്റും ആ ടെമ്പിളിൻ്റെ. ഇത് നമ്മൾ നേരത്തെ മുമ്പ് ആ ബോഡിയൊക്കെ കത്തിക്കുന്ന ആ സ്ഥലത്ത് അവിടെ കണ്ട അത് സ്റ്റെപ്പ് കയറി നമ്മൾ നേരത്തെ പോയത്. അവിടെ തന്നെ താഴെ തന്നെ എല്ലാവർക്കും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകാം കേട്ടോ. ഇതാണ് ആ നേപ്പാളി ടെമ്പിൾ. ഉണ്ടോ ഈ ടെമ്പിളിൻ്റെ അവിടെ തന്നെ നല്ല വ്യൂ കേട്ടോ. രക്ഷയിലത്തെ ഉണ്ടോ നേപ്പാൾ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ എല്ലാം വ്യൂ ആയിട്ടും ഈ ആ ബോഡി ചെയ്തതിൻ്റെ പൂവും അതേപോലെയുള്ള ഇഷ്ടങ്ങളെല്ലാം ആ ഒരു ഗംഗാ നദിയിൽ കാണാം നമുക്ക്. കണ്ടില്ലേ ധാരാളം ബോട്ട് സവാരികളുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ടുണ്ടോ ആ ഭാഗത്ത് പറഞ്ഞത് വേറൊരു ടെമ്പിളാണ്. നമ്മളങ്ങോട്ട് പോകാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം നമുക്ക് ഒറ്റ വ്യൂവിൽ തന്നെ അവിടുന്ന് ബോട്ടിങ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഈ നദിയിലൂടെ നമുക്ക് പാസ് ചെയ്ത് എല്ലാം നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ നമ്മളവിടുന്ന് കയറി മണിയുണ്ട്. മണി വേണം നമുക്ക് അടിക്കാം. നമ്മളിപ്പോൾ അതൊക്കെ കണ്ട് ഇറങ്ങി നേപ്പാൾ ടെമ്പിളൊക്കെ കഴിഞ്ഞ് നമ്മളിത് അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ കറങ്ങി ഇത് നമ്മൾ നേരത്തെ പോയ ആ നേപ്പാൾ ടെമ്പിളാണ് കാണുന്നുണ്ടോ. അവിടെ നമ്മൾ കറങ്ങി നേരെ ഇങ്ങനെ വന്ന് ഇപ്പുറത്തായതുണ്ടോ. ഇതിപ്പുറത്തെ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ കേട്ടോ. നമ്മൾ നേരത്തെ വന്ന ആ ഒരു നേപ്പാൾ ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ താഴെ നമുക്കെല്ലാം കാണാമല്ലോ. നമ്മളിത് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ നേരത്തെ കണ്ട് ഇവിടുന്ന് എടുത്തത് ഇവിടെ ആ ലെഫ്റ്റ് സൈഡ് മരത്തിലൂടെ കാണുന്നത് നേപ്പാൾ ടെമ്പിൾ. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഞാൻ നേരത്തെ എടുത്ത് കാണിച്ചത്. നമ്മൾ അവിടെ നേരെ താഴെ ലളിതാഗർ. ഇത് താഴെ നിന്നുള്ള വ്യൂ കേട്ടോ. നമ്മൾ നേരത്തെ മേളിൽ നിന്നുള്ള വ്യൂ കാണിച്ചത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് ഇത് സാമ്മാരെ കാണാം. അവിടുന്ന് സാമ്മാരെ കണ്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ മുമ്പോട്ട് നടന്ന് പോവാണ്. ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എൻ്റെ കൊച്ചിന് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊച്ചിന് വെള്ളം വാങ്ങിച്ചു കൊടുക്കും. ബാ നമുക്ക് ഇവിടുന്ന് വെള്ളം വാങ്ങിച്ചാണ്ട് വെള്ളമുണ്ട്. വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും നമ്മൾ വേണ്ട. അവിടുന്ന് നമ്മൾ നടന്ന് വന്ന് ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ ചായക്കട ഉണ്ട്. അവിടെ കയറി കുറച്ച് ചായ കുടിക്കാൻ തന്നെ നല്ല ടയർഡായി. അപ്പം അതിന് തിരക്ക് കുറവാണ് കേട്ടോ. തിരക്കുള്ള സമയത്താണെങ്കിൽ ഭയങ്കര ആളായിരിക്കും. അതുകൊണ്ട് തന്നെ ഗംഗാ നദി ഭയങ്കര പൊല്യൂട്ടഡായിരിക്കും. ഇപ്പോൾ എന്തായാലും അത്യാവശ്യത്തിന് വലിയ മലിനീകരണമൊന്നുമില്ല. താഴെ ഭാഗത്തൊക്കെ കൂടി സാധനങ്ങൾ മൊത്തം അഴുക്കാന്നാണ് പറയുന്നത്, എല്ലാവരും പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ശ്രദ്ധിക്കണം, ഇവിടെ വരുന്നവരുണ്ടല്ലോ പട്ടം പറത്തുന്ന പിള്ളേരുണ്ട് മേലിൽ. അവിടെ നിന്ന് പറയുന്നത് നൂല് പൊട്ടിയിട്ട് ഇങ്ങനെ ക്രോസ് ഇടുന്നുണ്ട്. കഴുത്തിലാണ് കയറിയ തീർന്നത്, കാരണം കങ്കൂസൊന്നുമില്ല, അതുമാതിരി ടൈറ്റാണ്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിച്ചോണം കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ വരുമ്പോഴായിരുന്നു സൂക്ഷിച്ചോണം, ഇല്ലെങ്കിൽ പണി കിട്ടും. റെഡിയാ? നോർമൽ വണ്ടി ഓടിക്കാം. നോർമൽ ഇതുകൊണ്ട് തന്നെ
ഇതാൻ വേണ്ടി പിടിച്ചോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നു. ബോട്ടിൻ്റെ ഒക്കെ റേറ്റ് വെച്ചപ്പോഴത്തേക്ക് കൊടുക്കാത്ത റേറ്റ് അത് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മാറി കയറി വരുന്നു കേട്ടോ. അവിടുന്ന് വാങ്ങിക്കുന്ന ബോട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ റേറ്റ് വെച്ച് നല്ല റേറ്റായിട്ട് പറഞ്ഞത്. ഇവിടുന്ന് അവിടെ വരെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങ് കാണുന്ന ആ ബിൽഡിംഗ് ഉണ്ട്, അങ്ങൊരു ബിൽഡിംഗ് കാണുന്നത് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും. അവിടുന്ന് ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് നമ്മുടെ ആ ദഹിപ്പിക്കുന്ന സ്ഥലമില്ലേ അവിടെ വരെ പോകുന്നതിന് അവർ പറഞ്ഞ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 രൂപ പറഞ്ഞു. ഞങ്ങൾ 6 പേർക്ക്. ഞങ്ങൾ പറഞ്ഞ് വേണ്ട. അപ്പോൾ കുറേ ആ ബോട്ടുകാർ ഇങ്ങനെ വന്നുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും ഇത് കണക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കാരണം അവിടെ കൊണ്ടിട്ട് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ആർക്ക് ഇടുന്നോ അവരൊക്കെ കൂടെ പോകുന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അപ്പോൾ മറ്റേ ആര് കിടക്കുന്ന സ്ഥലത്തോടെ ഞങ്ങളിപ്പോൾ പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുകളും കാര്യങ്ങളെല്ലാം കുറവാണ് കേട്ടോ. തിരക്ക് സാധനം കുറവാണ്. കാണുന്നത് നല്ല റഷായിരുന്നു. ഇപ്പോൾ എന്തോ പറ്റാതില്ല. ബോട്ടിങ്ങിന് അക്കരെ ഒരു ചെറിയ ഇതുണ്ട്. അതായത് അവിടെയാണ് എല്ലാവരും കുളിക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഗംഗാ നദിയിൽ കുളിച്ച് പാമോക്ഷം ചെയ്യുന്ന സ്ഥലത്ത് ആ ഭാഗത്ത് അല്ലെങ്കിൽ അവിടെ ഓട്ടോ സവാരി എല്ലാം അവിടെ പ്രൊവൈഡിങ് ആണ്. അപ്പോൾ ഇവിടുന്ന് അക്കരെ വരെ പോകുന്നതിന് ഒരാൾക്ക് 100 രൂപ വെച്ചാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് വരുന്നത്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ വരും കേട്ടോ. ദക്ഷിണ കൊടുത്തിട്ട് നമ്മളിതുപോലെ പൊട്ടിടാൻ വീടാ ഇട്ട് വരും. സ്വാമിജി 150 രൂപ 150 രൂപ. ആ അതിന്റെ മൂക്കേലും വീണ് അതിന് പൈസ വെച്ചാൽ പറ. അവ തൂത്ത് എറിയണം. അവിടെ ഇരിടാ ഇരി. അമ്മ സാമ്പാറ് വിജയകാന്ത് അപ്പ സാമ്പാറ് നമ്മള് சாப்பாடு யார் தெரியுமா? மணியாയി. யார் தெரியுமா? கோயில் ரமண மகர்ஷி கோயில் திருவண்ணாமலை. பாடி பாடி திருவண்ணாமலை கோயில். தமிழ் இங்கிலீஷ் தெலுங்கு தெரியுமா? தமிழா? தமிழ். ராவண தர்ப விநாசகலிங்கம் தத் பிரணமாமி சதா சிவலிங்கம். अरे तमिल राजा अरे मेहंदी सुपर योर प्रोजेक्ट सुपर सुपर योर प्रोजेक्ट सुपर इंग्लिश दा ണ്ടോ നമ്മളിങ്ങോട്ട് വരുന്ന വഴി തന്നെ ഇതെല്ലാം ഇങ്ങനെ മണ്ണെല്ലാം പിടിച്ച് കൂട്ടിയിട്ടേക്കാം. നമ്മുടെ ഈ ഗംഗാ നദിയിലെ മണ്ണെല്ലാം വാരി 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 ഇങ്ങനെ കൂട്ടിട്ടേക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഘട്ടാട്ടോ. അങ്ങനെ മൊത്തത്തിലൊരു 86 ഘട്ടോളം ഉണ്ട്. ഇതിപ്പോൾ എത്രാമത്തെ ഘട്ടമായിരുന്നില്ല. ഇതിപ്പോൾ രാജേന്ദ്ര പ്രസാദ് ഘട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓരോ പടി എഴുതുന്ന കഴിയുമ്പോഴത്തേക്കും ഓരോ ഘട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളെ ജയിപ്പിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത്.
ഇപ്പോൾ നമ്മളിപ്പോൾ രാജേന്ദ്ര പ്രസാദ് ഗത്തിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടെ നേരെ നമ്മളുടെ മറ്റേ ദീപം കത്തിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അവിടേക്ക് നമ്മൾ പോകാം. ഓട്ടെ, ഇതിപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്തതുകൊണ്ടെന്ന് തോന്നുന്നു. എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ബാക്സിൽ കാരണം എല്ലാം ഓൾമോസ്റ്റ് വൃത്തിയാകുന്നുണ്ട്. ഇവിടെ തന്നെ ഉണ്ട് ഗംഗാ നദിയെ. ഗംഗാജലം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സംഭവം കുപ്പിക്കകത്താക്കി തരും. കണ്ടോ, ആൾക്കാരെല്ലാം ബോട്ടിങ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടോ. ഇവിടുന്നോ അപ്പുറത്തുനിന്നോ എവിടുന്നാണല്ലോ ആൾക്കാർക്ക് പോകാം, ഇഷ്ടം പോലെ. കണ്ടോ, നിങ്ങളിപ്പോൾ ഗംഗാ നദിയിലെ വെള്ളം പൂജിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇവിടെ കന്നാസ് കായകളൊക്കെ കിട്ടുന്നു, എല്ലാ സാധനവും കിട്ടും. നമുക്ക് അവിടെ പോയിട്ട് വെള്ളം പിടിക്കാനെ കൊണ്ട് എല്ലാം ഇവിടെ ആരതി കാണാൻ വേണ്ടിയിട്ട്, ഗംഗാ സേവ ഹിന്ദു ദർശനത്തിൻ്റെ ആരതി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ സീറ്റ് ഇങ്ങനെ ബുക്ക് ചെയ്തിരിക്കുകയുണ്ട്. അപ്പം ഞങ്ങൾ ആദ്യമേ സീറ്റ് ആരതി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സീറ്റ് ബുക്ക് ചെയ്ത് ഉണ്ടോ. ശരിക്കും ആരതി കാണാൻ വേണ്ടി എല്ലാവരും ഇരിക്കുകയുണ്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഏതാനും സമയങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആരതി സ്റ്റാർട്ട് ചെയ്യും. നമുക്കപ്പോൾ അങ്ങനെ ആരതി കാണാൻ വേണ്ടി ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. ആസേ പാപ്പി 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 കടലിലെ തിരക്കുണ്ടോ. Stories, I'm a fool for your love.